രോഗങ്ങളെ ചികിത്സിക്കാൻ പഠിപ്പിച്ചെന്ന ചില വഴികളുണ്ട്. ആ വഴികൾ കൂടെ നമ്മൾ നോക്കണം. അത് എത്രയോ പേര് പറയുന്നുണ്ട്, ഉസ്താദെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു, MRI സ്കാൻ ചെയ്തു, അത് ഇത് ഒന്നും അറിയണില്ല, പക്ഷേ ആഹാരം കഴിക്കണില്ല, രോഗം ബുദ്ധിമുട്ടാണ്. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും രോഗം എന്താണെന്നറിയണില്ല, പ്രയാസപ്പെടുന്നില്ലേ? അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെന്ന, ഹദീസ് പഠിപ്പിച്ചെന്ന ചില ചികിത്സാ രീതികളുണ്ട്. ആ ആത്മീയമായ ചികിത്സ നടത്തുന്നതിലൂടെ അതുപോലെ പരിഹാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ വേദന അനുഭവപ്പെടുമ്പോൾ രോഗനിർണയം നടത്തുന്നതിനോ ചികിത്സ നടത്തുന്നതിനോ മതം അനുവദിച്ചിട്ടുണ്ട്. അള്ളാന്റെ ദീൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാൻ, ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകള് ഭക്ഷണം കഴിക്കണില്ല, അവൾക്ക് എന്തോ പ്രയാസം, എന്തൊക്കെ ചെയ്തിട്ട് അറിയണില്ല, എല്ലാ സ്കാനിങ് എടുത്തു നോക്കി, ഡോക്ടർ പറയണത് ഒന്നുമില്ല എന്നാ, പക്ഷെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ അതിനുള്ള ചികിത്സ, ഇപ്പൊ ശരീരത്തിന് വല്ലാത്ത വേദന ഉണ്ടാകുന്നു, ഒരു മുറിവ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു, ആ പ്രയാസം ഉണ്ടാകുന്ന സമയത്തുള്ള മരുന്നെന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് വേദന അനുഭവപ്പെട്ടാൽ മുത്തുനബി പറയുകയെന്ന്, എന്തെങ്കിലും രോഗമുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവേ 3 പ്രാവശ്യം ഇപ്രകാരം പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായാൽ മുത്തുനബി തന്റെ കൈയെടുത്ത് വെച്ചിട്ട് 3 പ്രാവശ്യം പറയും, ബിസ്മില്ലാ 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 അൽഹംദുലില്ലാ. രോഗമുണ്ടാകുന്ന സമയത്ത്, വേദനയുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ തലയുടെ മുകളിൽ കൈവച്ചിട്ട് എന്ത് പറയും? ബിസ്മില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. അവിടെ നിന്ന് 3 പ്രാവശ്യം പറയും. എന്നിട്ട് 7 പ്രാവശ്യം ഇപ്രകാരം പറയും, ഒരു ദുആ ചെയ്യും. ബിസ്മില്ലാ എന്ന് വെറുതെ പറഞ്ഞതല്ല. നബിതങ്ങൾ 3 പ്രാവശ്യം വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കൈവച്ചിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. വേദന മാറാനുള്ള മരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 7 പ്രാവശ്യം അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. കിതാബിലൊക്കെ കാണാമല്ലോ. ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയും 7 പ്രാവശ്യം അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. 7 പ്രാവശ്യം അവിടെ നിന്ന് പറയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് എനിക്ക് അനുഭവപ്പെടുന്നതും ഞാൻ ഭയപ്പെടുന്നതുമായ രോഗത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ അവന്റെ കഴിവിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പറഞ്ഞ ദുആഇന്റെ അർത്ഥം. 7 പ്രാവശ്യം വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചിട്ട് ഇത് പറഞ്ഞാൽ ആ വേദന മാറുന്ന, അല്ലെങ്കിൽ പറഞ്ഞു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തലവേദന എടുക്കുന്നവർ കൈവച്ചിട്ട് ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ വേദന എടുക്കുന്ന ഭാഗത്തേക്ക് 3 പ്രാവശ്യം ബിസ്മില്ല പറയുക. എന്നിട്ട് കൈവച്ച് ബിസ്മില്ല പറഞ്ഞിട്ട് പറയണം, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. മഹാനായ ഉസ്മാൻ ഇബ്നു അബുൽ ആസ് അസ്സഖഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്. മഹാനവറുകൾ പറയുന്നു, ഞാൻ മുസ്ലിമായി മാറിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട വേദനയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു. മഹാനവറുകൾ അവിടെ നിന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ ശരീരത്തിലെ ഒരു വേദനയെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് 3 അവിടെ നിന്ന് പറഞ്ഞു, ആ വേദന എടുക്കുന്ന ഭാഗത്ത് കൈവെക്കുക, എന്നിട്ട് 3 പ്രാവശ്യം ബിസ്മില്ലാ എന്ന് പറയുകയും ശേഷം 7 പ്രാവശ്യം ഈ പറഞ്ഞ ദുആ ചെയ്യുകയും ചെയ്യാൻ എന്നോട് മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്നു. ആ മനുഷ്യൻ പറയുകയാ, സഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഇത്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഹദീസ് പിന്നെ വായിച്ചില്ലെന്നേ ഉള്ളൂ. ഉസ്മാൻ അവിടെ നിന്ന് പറയുന്നു, അന്നഹു ശഖാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅ യജിദുഹു ഫീ ജസദിഹി
منذ أسلم فقال له رسول الله صلى الله عليه وسلم ضع يدك على الذي تعلم من جسدك وقل بسم الله ثلاثا وقل 7 مرات أعوذ بالله وقدرته من شر ما أجد وأحاذر. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ നിന്ന് മുത്തുനബി പറഞ്ഞു കൊടുത്തു എന്ന് സ്വഹാബി നമുക്ക് പഠിപ്പിച്ചു തരികയും അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബാബുൽ ഇസ്തിഹ്ബാബ് വളഅ യദഹി അലാ മൗദിഇ അലം മഅ ദുആ, വേദനയുടെ സ്ഥലത്ത് ഒരാൾ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ തന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ദുആ ചെയ്യുന്നതിലൂടെ അവന്റെ രോഗം, അവന്റെ വേദനയ്ക്ക് ശമനം കിട്ടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജദു വ ഉഹാദിറു എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. എന്തു വന്നാലും ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന മാറുമെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിനമായ വേദനയുണ്ടായപ്പോൾ സ്വഹാബി പറയുകയാണ്, കഠിനമായ വേദനയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യൂ നബിയോട് ഞാൻ പറഞ്ഞപ്പോൾ മുത്തുനബി എനിക്ക് പറഞ്ഞു തന്ന മരുന്നായിരുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു തന്ന മരുന്നിതായിരുന്നു. ഞാൻ ഈ മരുന്ന് ചെയ്തപ്പോൾ എൻ്റെ രോഗം മാറി എന്ന് സ്വഹാബി നമുക്ക് പഠിപ്പിച്ചു തരികയും അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതി റുഖിയ ബീബി റളിയല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. മഹദിയായ റുഖിയ ബീബി അവിടെ നിന്ന് പറയുന്നു, തനിക്ക് വേദനയുണ്ടാകുന്ന സമയം ഇങ്ങനെ പറയുമായിരുന്നു. മഹദി പറയുന്നു, കാല ഫഫഅൽതു ഫഅദ്ഹബല്ലാഹു മാ കാന ബി ഫലം അസൽ അംറുഹു ബിഹി അഹ്ലി വഗൈറുഹും. ഇവിടെ നിന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹദി പറയുന്നു, എനിക്ക് എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്ന് രോഗത്തെക്കുറിച്ചോ പ്രയാസത്തെക്കുറിച്ചോ എന്നോട് പറയുമ്പോൾ ഞാൻ ഈ മരുന്ന് പഠിപ്പിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഈ മരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വേദനകൾ മാറ്റുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ചികിത്സ എന്താണ്? ബിസ്മി പറയുക. അതിനുശേഷം ഈ പറഞ്ഞ ദുആ 7 പ്രാവശ്യം വേദനിക്കുന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ശമനം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ മരുന്നെന്താ? ഏത് രോഗവും മാറാനുള്ള രണ്ടാമത്തെ മരുന്നെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. രണ്ടാമത്തെ മരുന്ന് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമത്തെ മരുന്ന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വേദന അനുഭവപ്പെടുമ്പോഴും ഖുർആൻ കൊണ്ട് ചികിത്സിക്കാമല്ലോ. ഖുർആൻ ഓതിയിട്ടൊക്കെ ഇത്തിരി വെള്ളം ഓതി കൊടുക്കാൻ പറഞ്ഞത് വെറുതെ ഒന്നല്ല ഉസ്താദ്. ഇത്തിരി വെള്ളം ഓതിത്ത ഉസ്താദ്, ഇതൊക്കെ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരില്ല. അല്ലെങ്കിൽ പേടി വരും ഓടി വന്നിട്ടൊരു ചരടൊന്നും ഓതിത്ത അവർ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതൊന്നും വെറുതെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതില് കളിയാക്കുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികൾക്ക് ശമനവും കരുണയുമായിട്ടാണ് ഖുർആനിലൂടെ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയും. ഷിഫാ, ഖുർആനിൽ ഷിഫാഇന്റെ 7 ആയത്തുകളുണ്ട്. അത് പഠിക്കണം. പരിശുദ്ധമായ ഖുർആനിൽ ഷിഫാഇന്റെ 7 ആയത്തുകളുണ്ട്. ആ ആയത്ത് ഓതിയിട്ട് ഊതി കുടിക്ക്. ഷിഫാഇന്റെ ആയത്തല്ലേ, വേറെ ഒന്നുമല്ലല്ലോ. ആ ആയത്തിന്റെ പേര് തന്നെ ഷിഫാഇന്റെ ആയത്തുകൾ എന്ന. എന്തിനാ സഹോദര? സൂറത്തുൽ ഫാത്തിഹ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് ഊതിയാ മതി. ഏറ്റവും വലിയ മരുന്നല്ലേ. ഏറ്റവും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതിയിട്ടാ നമ്മളൊക്കെ തുടങ്ങണേ. ഈ ഫാത്തിഹ ഓതിയിട്ട് ഒന്ന് ഊതി നോക്കിയേ, ഏത് ബുദ്ധിമുട്ടും മാറും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമുക്ക് മനസ്സിലാകണില്ല അതിന്റെ വില. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, നീ പറയുക, അത് സത്യവിശ്വാസികൾക്കും മാർഗദർശനവും ഔഷധവുമായിട്ടാണ് നാം ഖുർആനിനെ ഇറക്കിയത്. അള്ളാഹ് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ
ഇസ്തഖാ യഖറഉ അലാ നഫ്സിക ബിൽ മുഅവ്വദതി വയൻഫുസു ഫലമ്മാ ഇസ്തദ്ദ വജ്ഉഹു കുന്തു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിക. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരീരവേദന അനുഭവപ്പെട്ടാൽ തന്റെ ശരീരത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പാരായണം ചെയ്ത് ഉമ്മുനീർ തന്റെ കൈകളിലൂതി അതുകൊണ്ട് തടകുകയും ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്, ഞാൻ വെറുതെ പറഞ്ഞല്ല, സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, നബിക്ക് എന്തെങ്കിലും വേദനയുണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയും? സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ്, ഈ 3 സൂറത്ത് ഓതിയിട്ട് ഊതും, കയ്യിലിങ്ങനെ ഊതും. ഇപ്പൊ തുപ്പലൊക്കെയാണല്ലോ വിവാദമായിരിക്കണം, അല്ല ഞാൻ പിന്നെ അത് പറയാന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ ഊതിയിട്ട് ശരീരത്തിങ്ങനെ തടകുമായിരുന്നു, അവിടെ നിന്നോ ചെയ്യുമായിരുന്നു. രോഗത്തിന്റെ വേദന കൂടിയപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല ഈ സൂറത്തുകൾ ഓതി നബിയുടെ കൈകളിൽ ഓതുകയും അതുകൊണ്ട് ശരീരം തടവി കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതൊക്കെ സൂറത്ത്? അവസാനത്തെ 3 സൂറത്ത്, ഖുൽ ഹു, ഇഖ്ലാസ്, ഫലക്ക്, നാസ്. ഇനി മുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഒന്ന് ഊതി, കയ്യിൽ ഊതിയിട്ടൊന്ന് തടകി നോക്ക്, അള്ളാഹു ശമനം നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങളും ചികിത്സ തുടങ്ങാറായില്ലേ? അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ്, ഇനിയിപ്പോ ഞങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ, സ്വന്തം അങ്ങ് ചികിത്സിക്കാമല്ലോ. ഇനിയിപ്പോ ചരടൊക്കെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് സ്വന്തം അങ്ങ് ചികിത്സിച്ച മഹാനായ മൂസാ നബി അലിഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ പോയപ്പോ പറഞ്ഞു, പടച്ചോനെ എനിക്ക് വല്ല പനിയാ റഹ്മാനെ, വലിയ സുഖമില്ല. മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് സുഖമില്ല. ആ കാണുന്ന മരത്തിൽ പോയി ഇല പറിച്ച് തിന്നാൻ പറഞ്ഞു. ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പോയി ഇല പറിച്ച് തിന്നാൻ. മൂസാ നബി അലിസ്സലാം പോയിട്ട് ആ ഇല പറിച്ചു തിന്നു, പനി മാറി. പിന്നീട് ഒരിക്കൽ പനി വന്നപ്പോ അള്ളാഹിനോട് ചോദിക്കാനൊന്നും നിന്നില്ല, നേരെ പോയിട്ട് ആ ഇല പറിച്ചങ്ങ് തിന്നു. പനി കൂടി, പനി കൂടി. എന്താ പടച്ചോനെ, അന്ന് തിന്നപ്പോ ഇതെന്താ കുറഞ്ഞു, ഇപ്പം തിന്നപ്പോ കൂടി. അതിനകത്തൊരു പാഠമുണ്ട്, പഠിച്ചു വെച്ചോ. അതിനകത്ത് ആദ്യം അള്ളാഹുവ പറഞ്ഞത് പോയി തിന്നാൻ, ഇപ്പൊ ആര് സ്വന്തം കാണിച്ച്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് വല്ലയിടത്തുനിന്ന് വലിച്ചു കയറ്റരുത്. അവിടെ ഇടക്കം പോയിട്ട് അവസാനം ഒരാൾക്ക് ചരട് ഓതി കൊടുത്തിട്ട് പിന്നെ ഓതിയവനെ ഓതാൻ വേറെ നടക്കേണ്ട കാലമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അറിയാതൊക്കെ വല്ല വെള്ളം ഓതി കൊടുത്തോ ചരട് ഓതി കൊടുത്തോ എന്തെങ്കിലും ഓതി കൊടുത്തിട്ട് അവസാനം ഈ ശൈത്താൻ ഇറക്കാൻ വേറെ എടുത്ത് പോകേണ്ട അവസ്ഥയാണ്. അറിയാത്ത പണികൾക്ക് നിൽക്കണത് ഞാൻ പറഞ്ഞത്, അവനവനെ അറിയണ പണിയെ ചെയ്യാവൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു വേദനയുണ്ടായാലും ആ വേദന അനുഭവിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, ഒന്ന്, ഇത് നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അള്ളാഹ് ഈ വേദന തന്നിരിക്കണേ. നിന്റെ പാപങ്ങൾ പൊറുക്കുവാനും നിന്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ രോഗം തന്നിരിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന രോഗവും വേദനയും പ്രയാസവും കൊണ്ട് നടക്കുന്ന ഉമ്മമാർ, സഹോദരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിത് പറഞ്ഞേ. അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിന്റെ പാപം പൊറുക്കുന്നുണ്ട്, നിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുകയാണ്. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു നല്ലൊരു കാര്യമാണ് രോഗം. പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതെ നന്മകൾ അധികരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വഴിയാണ്. ഇതുകൊണ്ടുള്ള 2ാമത്തെ നേട്ടം അതാ. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അത് മാറാനുള്ള മരുന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. കൈവക്കണം 7 പ്രാവശ്യം. എവിടെയാണോ വേദന കിടക്കുന്നത് ആ വേദന കിടക്കുന്ന ഭാഗത്ത് കൈവച്ച് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ
എന്ന് പറഞ്ഞുകൊണ്ട് അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന് 7 പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ വേദന മാറും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ, വേദന വല്ലാതെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്നു, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ് ഈ 3 സൂറത്തുകൾ ഓതി വേദനയുള്ള ഭാഗത്തേക്ക് കയ്യിലൂതിയിട്ട് തടകി കൊടുക്കുക. അതിലൂടെ നമ്മുടെ രോഗം മാറും, നമ്മുടെ വേദന മാറും, നമ്മുടെ പ്രയാസം മാറും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നബി സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു وعن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذى ولا غم حتى شوكة يشاكها إلا كفر الله بها من الخطايا. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, 2 സ്വഹാബികൾ അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിമിന് വല്ല ക്ഷീണമോ രോഗമോ ദുഃഖമോ അസുഖമോ ബാധിച്ചാൽ, നബി തങ്ങൾ പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ക്ഷീണം, ഒരു രോഗം, ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലാഹു കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവന്റെ ശരീരത്തിൽ അവൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഇല്ല കഫറല്ലാഹു ബിഹാ മിനൽ ഖതായാ, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകം പറയുന്നവന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറയ്ക്കുകയാണെങ്കിലും ശരി, പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ, റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടു, ആ മുള്ളു കൊണ്ടതിന്റെ വേദനയ്ക്ക് പകരം അല്ലാഹു നമ്മുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, പടച്ചവനെ അറിയാതെ കാലിൽ കൊള്ളുന്ന ഒരു മുള്ളിന്റെ വേദനയ്ക്ക് പകരം അല്ലാഹു നമ്മുടെ പാപം പൊറുക്കുന്നുണ്ടെങ്കിൽ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മുസ്ലിമേ, നടക്കാൻ കഴിയാത്ത മുസ്ലിമേ, പടച്ചവനെ മാരകമായ രോഗം വന്ന് വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്നവരുണ്ടല്ലോ. നമ്മൾ പറയും, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവൻ ദുനിയാവിൽ കിടന്ന് അനുഭവിക്കുകയാണ്. അവന് ഭാഗ്യവാനാണ് സഹോദര, അവന് ഭാഗ്യവാനാണ് സഹോദര. കാരണം പടച്ചവനെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പാപം പൊറുക്കുമെങ്കിൽ, ക്യാൻസർ രോഗം പിടിച്ച് 10 വർഷമായി 15 വർഷമായി പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടക്കുന്നവരുണ്ടല്ലോ, ശരീരം തളർന്ന് കിടക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ വേദന വെറുതെയാകില്ല. ആ വേദനയ്ക്ക് പകരം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. പടച്ചറപ്പവരുടെ പാപങ്ങൾ കഴുകിക്കളയുകയാണ്. പടച്ചവനെ, അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പരീക്ഷണം കടന്നു വരുമ്പോൾ പരാതി പറയുന്നവരുണ്ടല്ലോ, പടച്ചവനെ വലിയ ദുഃഖം പറയുന്നവരുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ നന്മ
നന്മകളെ ജീവിതത്തിലില്ല. ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് അവർക്കൊരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. പക്ഷേ അവരെ സ്വർഗത്തിന്റെ അവകാശികളാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? അവരെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നത് എങ്ങനെയെന്നറിയോ? അല്ലാഹു അവർക്ക് ചില പരീക്ഷണം കൊടുക്കുകയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. ഒരു വനാന്തരത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, യാത്ര കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരുമ്പോ, യാത്ര കഴിഞ്ഞ വഴിയിലൂടെ മടങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്റെ ഇറച്ചി ഇങ്ങനെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുകയാണ്. ആ മനുഷ്യന്റെ ശരീരം അവിടെ നിന്ന് വലിച്ചു കീറുകയാ. മൃഗങ്ങൾ കടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത്. അപ്പോഴാണ് മൂസാ നബി ചിന്തിച്ചു, അല്ലാ, നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ. ആ മനുഷ്യനെ വന്യമൃഗങ്ങളെ കടിച്ചു പറിച്ചു മാംസം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന രംഗമാണല്ലോ അവിടെ നിന്ന് കാണുന്നത്. പടച്ചവനെ, അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ്. പക്ഷേ ജീവിതത്തിൽ നന്മകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. പടച്ചവനെ, വന്യമൃഗം വന്ന മനുഷ്യനെ കടിച്ചു വലിച്ചു കീറുകയാണ്. വല്ലാത്ത വേദനയാണല്ലോ. ആ വേദനകൾ സഹിക്കുമ്പോ ആ മനുഷ്യന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ആ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ്. പിന്നെ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം അല്ലാഹു പ്രതിഫലം കൊടുക്കുകയാണ്. പടച്ചവനെ, അവസാനം ആ മനുഷ്യനുണ്ടല്ലോ,